സംസ്ഥാന സ്കൂൾ കലോത്സവത്തിലെ കഥകളി വേദിയിലേക്ക് അശ്വിൻ കൃഷ്ണ എന്ന എറണാകുളത്തുകാരൻ എത്തുന്നത് 3 തലമുറകളുടെ പാരമ്പര്യവുമായാണ്. മുത്തശ്ശൻ കലാനിലയം ബാലകൃഷ്ണനിൽ നിന്നും അച്ഛൻ അരുൺ ബാബുവിൽ നിന്നും പഠിച്ച കഥകളിയാണ് അശ്വിൻ പകർന്നാടുന്നത്. വീറും വാശിയും മുഖഛായം ചാർത്തി A ഗ്രേഡിനായി മാറ്റുരയ്ക്കുമ്പോൾ എറണാകുളം സ്വദേശി അശ്വിന് അതൊരു മത്സരം മാത്രമല്ല, തലമുറകൾ കൈമാറിയ സുഹൃതമാണ്. അറുപത്തിനാലാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ കഥകളി എൻ്റെ മകൻ്റെ മകൻ അവതരിപ്പിച്ചു. മകൻ കളിച്ചിട്ടുണ്ടതിന് മുമ്പ് അയാളുടെ അച്ഛനെന്നപോലെ കലോത്സവങ്ങൾ പങ്കെടുത്തിട്ടുണ്ട്. 1ാം സ്ഥാനവും 2ാം സ്ഥാനമൊക്കെ കരസ്ഥമാക്കിയിട്ടുള്ളതാണ്. അപ്പോൾ മകൻ്റെ മകൻ, അപ്പോൾ അത് 3ാമത്തെ തലമുറയായി. കഥകളി എന്ന് പറഞ്ഞ കല എനിക്ക് കിട്ടുന്നത് എൻ്റെ അച്ഛനിൽ നിന്നാണ്. അത് എന്നിലേക്ക് എത്തി, എന്നിൽ നിന്ന് ഞാനതെൻ്റെ മകനിലേക്ക്, എൻ്റെ മകനത് പഠിക്കാൻ ഭാഗ്യം എൻ്റെ അച്ഛനിൽ നിന്ന് തന്നെ പഠിക്കാൻ ഭാഗ്യം കിട്ടി. അപ്പോൾ 3 തലമുറയ്ക്ക് ആ കല കിട്ടി എന്നുള്ളതും തുടർന്നും ഒരുപാട് കുട്ടികളിലേക്ക് നമ്മൾ പകർന്നു കൊടുക്കുന്നുണ്ട്. സംസ്ഥാനത്ത് അവതരിപ്പിക്കുക എന്ന് പറയുന്നത് വലിയ ഭാഗ്യം തന്നെയാണ്. അത് അച്ഛനിൽ നിന്ന് അച്ഛനിലോട്ട് വന്നു, അച്ഛനിൽ നിന്ന് ഇപ്പോൾ എനിക്കും വന്നു. ഇവരിൽ നിന്ന് കിട്ടുന്ന ഒരു അനുഗ്രഹമാണ് എന്നെ ഇവിടെ എത്തിച്ചത്. പ്രത്യേകിച്ച് അവർ ഇതിന് എൻ്റെ പുറകെ കുറേ കഷ്ടപ്പെട്ടിട്ടുണ്ട്. കഥകളി വേദിയിലേക്ക് ഇടവും വലവും കൈപിടിച്ചു നടത്തുകയാണ്. തലമുറകൾ കൈമാറി വന്ന പാരമ്പര്യമാണ്. മുത്തശ്ശൻ കലാനിലയം ബാലകൃഷ്ണനിൽ നിന്ന് തുടങ്ങുന്നതാണ് കുടുംബത്തിൻ്റെ കഥകളി പെരുമ. ഓരോരുത്തർക്ക് അഭിരുചിക്ക് അതനുസരിച്ചിട്ടുള്ള കലകൾ പഠിക്കാനുള്ള അവസരങ്ങൾ നമ്മുടെ കേരളത്തിൽ ധാരാളമുണ്ട്. അതിന് വളർന്നു വരുന്ന തലമുറ തയ്യാറാവണം എന്നുള്ളതാണ് എനിക്ക് ഈ തരുണത്തിൽ പറയാനുള്ളത്. ബാലകൃഷ്ണന്റെ രംഗാവതരണങ്ങൾ പകർത്തി മകൻ അരുൺ ബാബുവും പിന്മുറക്കാരനായി. വാനപ്രസ്ഥം ചിത്രത്തിലെ മോഹൻലാലിന്റെ ബാല്യകാലം അവതരിപ്പിച്ചത് അരുൺ ബാബുവാണ്. യുവജനോത്സവം എന്നൊക്കെ പറയുന്നതിൻ്റെ പ്രധാന പ്രസക്തി തന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ കേരളത്തിലെ പല ജില്ലകളിൽ നിന്നുള്ള കുട്ടികൾ ഒത്തുചേർന്നുകൊണ്ട് അവരത് കോമ്പറ്റ് ചെയ്യുന്നതിനേക്കാൾ ഉപരി അവരിതൊക്കെ തമ്മിൽ പരിചയപ്പെടുന്നു, അവരുടെ രക്ഷാകർത്താക്കൾ പരിചയപ്പെടുന്നു, അധ്യാപകർ തമ്മിൽ പരിചയപ്പെടുന്നു. അങ്ങനെ വലിയൊരു കാര്യമാണ് സംഭവിക്കുന്നത്. അതാണ് ഏറ്റവും വലിയ കലാമേള എന്നുള്ളത് നമ്മൾ സംസ്ഥാന കലോത്സവത്തിനെ വിശേഷിപ്പിക്കുന്നതിൻ്റെ കാരണം തന്നെ. മുത്തശ്ശനെ റോൾ മോഡലാക്കി അച്ഛൻ നൽകിയ പാഠവും ഉൾക്കൊണ്ട് ആ പാരമ്പര്യം തുടരുകയാണ് അശ്വിൻ കൃഷ്ണ. ഇനി എൻ്റെ ആഗ്രഹം എന്ന് പറയുമ്പോൾ എൻ്റെ അടുത്ത തലമുറകളിലേക്ക് ഇത് കൈമാറണം, അവരുടെ അടുത്ത തലമുറയിലേക്കും പകരാനുള്ള ഒരു ഊർജവും നൽകണം. അതാണ് എൻ്റെ ലക്ഷ്യം. മാതൃഭൂമി ന്യൂസ്, തൃശ്ശൂർ. തലമുറകൾ കൈമാറി കെടാതെ കാത്തു സൂക്ഷിക്കുന്ന ഒരു നിലവിളക്കായി ഈ വെളിച്ചം എപ്പോഴും അങ്ങനെ കടന്നു പോയിക്കൊണ്ടിരിക്കുമെന്ന കാര്യത്തിൽ സംശയം വേണ്ട. അതിൻ്റെ സമർപ്പണമാണ് നമ്മൾ ഈ വേദിയിൽ ഈ കുട്ടിയിലൂടെ കണ്ടത്.